നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിന്ദിയിലെ പ്രശസ്ത വ്യംഗ്യ സാഹിത്യകാരായിട്ടുള്ള സർവേശ്വർ ദയാൽ സക്സേന എഴുതിയ ബക്കരി എന്ന വ്യംഗ്യ നാടകമാണ്. ഈ നാടകത്തിൽ വ്യംഗ്യരൂപേണ, അതായത് വ്യംഗ്യം എന്ന് പറഞ്ഞാൽ ഈ കോമഡിയുടെ ഒക്കെ തന്നെ വേറൊരു ടൈപ്പാണ്. ഇതിൽ വിമർശനം, എന്തെങ്കിലും കുറവുകളെ ഒക്കെ പറ്റിയിട്ടുള്ള ചൂണ്ടിക്കാണിക്കൽ, കളിയാക്കൽ, ആ ഒരു രീതിക്ക് എഴുതുന്നതാണ് ഈ വ്യംഗ്യം. ഈ വ്യംഗ്യനെ കോമഡി അല്ലെങ്കിൽ നമ്മുടെ തമാശയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ തമാശ ആൾക്കാരെ ചിരിപ്പിക്കുക മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ വ്യംഗ്യം ഒരാളെ ചിരിപ്പിക്കുന്നതിനൊപ്പം ചിന്തിപ്പിക്കുകയും കൂടി ചെയ്യുന്നു. അതാണ് ഈ വ്യംഗ്യൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ നാടകം ബക്കരി എന്ന് പറയുന്ന നാടകത്തിൽ ബക്കരി എന്നത് ഒരു സിമ്പലാണ്. ഈ നാടകത്തിൽ സർവേശ്വർ ദയാൽ സക്സേന നമ്മുടെ ഭരണാധികാരികളെയും നിയമപാലകരെയും കള്ളന്മാരെയും നമ്മുടെ സിസ്റ്റത്തെയും അതുപോലെ നമ്മുടെ ഭാരതത്തിൻ്റെ കുറേ തത്വങ്ങളെയും അങ്ങനെ മൊത്തത്തിൽ ആണ് വിമർശിച്ചിരിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പം വിപതി എന്ന് പറയുന്ന ഒരു ഗ്രാമീണ യുവതി, അതുപോലെ യുവക്. ഈ വിപതി ഒരു സാധാരണക്കാരിയാണ്, ഒരു ശക്തമായിട്ടുള്ളൊരു മെയിനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. യുവക് എന്ന് പറയുന്നത് മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്ന, വളരെ ധൈര്യമുള്ള, ചങ്കൂറ്റമുള്ള പുതിയ ജനറേഷൻ്റെ പ്രതീകമാണ് യുവക്. അതുപോലെ ഖൽനായക് അല്ലെങ്കിൽ നെഗറ്റീവ് റോൾസിൽ വരുന്നത് ദുർജൻ സിംഗ്, കർമ്മവീർ, സത്യവീർ എന്ന പേരുള്ള 3 ഡാക്കു കള്ളന്മാരും അതുപോലെ ഒരു സിപ്പാഹി. ഇത്രയും പേരാണ് മെയിനായിട്ടുള്ള ക്യാരക്ടേഴ്സ്. പിന്നെ കുറച്ച് ഗൗണ് ക്യാരക്ടേഴ്സ്, കുറച്ച് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കുറച്ച് ക്യാരക്ടേഴ്സ് കൂടി വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ബക്കരി ഒരു സിമ്പലാണ്. ഓക്കെ, നമുക്ക് നാടകത്തിലേക്ക് കടക്കാം. വിപതി എന്ന യുവതിയുടെ ഒരു ആട്ടുകുട്ടിയുണ്ട്. അത് അവളുടെ വീട്ടിലെ സ്വന്തം മക്കളെ പോലെ, അവൾക്ക് ആകെയുള്ള ഒരു ആശ്രയം, ഒരു വരുമാനം ഈ ആടിൻ്റെ പാല് വിറ്റിട്ട് കിട്ടുന്ന ക്യാഷും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് അവളുടെ ഫാമിലി കഴിഞ്ഞു പോകുന്നത്. സ്വന്തം മക്കളുടെ കൂടെ തന്നെയാണ് ഈ ആടിനെ വളർത്തുന്നത്. ആ ഗ്രാമവാസികൾക്കെല്ലാം തന്നെ പ്രിയപ്പെട്ടതാണ് ഈ ബക്കരി. ഈ വിപതിയുടെ ഈ ആട്ടിൻകുട്ടിയെ നേരത്തെ പറഞ്ഞ 3 കള്ളന്മാർ, ദുർജൻ സിംഗ്, കർമ്മവീർ, സത്യവീർ, ഇവർ 3 പേരും കൂടിയിട്ട് തട്ടിക്കൊണ്ടുപോകും, അടിച്ചു മാറ്റും. എന്നിട്ട് സിപ്പാഹിയുമായിട്ട് ചേർന്ന് ഇവരൊരു പ്ലാൻ തയ്യാറാക്കുകയാണ്. ആൾക്കാരെ മൊത്തം പൊട്ടന്മാരാക്കി ഇവർക്ക് ക്യാഷ് സമ്പാദിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് സക്സസ് ആവാൻ, അവരുടെ കള്ളത്തരങ്ങളെ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ്. അതായത് അവിടുത്തെ ജനങ്ങളെന്ന് പറയുമ്പം ഗ്രാമീണരാണ്. അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മഴയും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ വയലും ഒക്കെ ഉണങ്ങി ഭയങ്കര ദാരിദ്ര്യത്തിലാണ്. അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ല. അതുകൊണ്ട് ഈസി ആയിട്ട് അവരെ പറ്റിക്കാൻ പറ്റും. ഇവർ അങ്ങനെ പ്ലാൻ ചെയ്യുവാണ്. ഈ ആടിനെ ഗാന്ധിജിയുടെ വീട്ടിലെ ആടിൻ്റെ കുട്ടി, അല്ലെങ്കിൽ ഈ വിപതീൻ്റെ ഈ ആടിൻ്റെ അമ്മയുടെ അമ്മയാണ് ഗാന്ധിജിയുടെ വീട്ടിലെ ആട്. അങ്ങനെ ഇത് ഡയറക്റ്റ്ലി നോക്കുകയാണെങ്കിൽ ഗാന്ധിജിയുടെ ആടാണ് എന്ന് പറഞ്ഞ് കുറച്ച് ഗാന്ധിയൻ ചിന്താഗതികൾ, ഗാന്ധിസം ഒക്കെ എടുത്തിട്ട് ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കുകയാണ്. അതുപോലെ ബക്കരി സ്മാരക് നിധി, ബക്കരി സേവാ സമിതി, അങ്ങനെ കുറേ കുറേ സ്ഥാപനങ്ങളും കുറേ സംഭവങ്ങളൊക്കെ സ്ഥാപിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ആടിനെ വെച്ചുകൊണ്ട് ഗാന്ധിജിയുടെ പേര് പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കുക, ധനം സമ്പാദിക്കുക, അവരുടെ കാര്യങ്ങൾ നടത്തുക, ഇതൊക്കെയാണ്. ഈ സിപ്പാഹി ഇവിടെ നിയമത്തിൻ്റെയും നമ്മുടെ നിയമം സംരക്ഷിക്കേണ്ടവരുടെയും ഒക്കെ പ്രതീകമാണ്. കാരണം അവർ തന്നെയാണ് ഇവിടെ ഈ നിയമങ്ങൾ ഉണ്ടാക്കി അത് തെറ്റിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ സിപ്പാഹിനെ പറയുന്നത്. ഇങ്ങനെ ഈ ആടിനെ തട്ടിക്കൊണ്ടു പോകുമ്പം വിപതി ഈ ആടിനെ അന്വേഷിച്ച് വരുവാണ്. അപ്പോൾ ഇവളിങ്ങനെ അന്വേഷിച്ച് വരുമ്പം ഇവളുടെ ആട്ടിൻകുട്ടിയെ കാണുന്നുണ്ട്. അവൾ ഒരുപാട് ചോദിക്കും, പക്ഷേ ഇവർ കൊടുക്കത്തില്ല. കാരണം ഇവർക്ക് ഈ ആടിനെ യൂസ് ചെയ്ത് വേണമല്ലോ ക്യാഷ് സമ്പാദിക്കാനും അവരുടെ കാര്യങ്ങൾ നടത്താനും. അപ്പോൾ ഇവൾ ഒരുപാട് ചോദിക്കുമ്പം ഇവർ പറയും, നിന്നെ രാജ്യദ്രോഹ കുറ്റത്തിന് പിടിച്ച് ജയിലിലിടുന്നു പറയും. അങ്ങനെ ഇവൾ ഗ്രാമത്തിൽ പോയി കുറച്ച് ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവരും. പക്ഷേ അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ല. ഇവരിങ്ങനെ ഗാന്ധിജിയുടെ അമ്മയുടെ ആടാണ്, അങ്ങനെ കുറേ ഗാന്ധിയുടെ കുറേ തത്വങ്ങളൊക്കെ പറയുമ്പം ഈ വിഡ്ഢികളായിട്ടുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇല്ലാത്ത
പാവപ്പെട്ട ഗ്രാമീണർ ഈ കള്ളന്മാരുടെ സൈഡിൽ നിൽക്കും. അവസാനം വിപതീനെ പിടിച്ചിട്ട് ജയിലിലടയ്ക്കും. ഇത് ചോദ്യം ചെയ്യാൻ വരുന്നവനാണ് ഈ യുവക്. അവൻ മാറ്റം ആഗ്രഹിക്കുന്ന യുവതലമുറയുടെ പ്രതീകമാണ്. അവനപ്പോൾ അറിയാം, ഈ ഗ്രാമവാസികൾക്കെല്ലാം അറിയാം ഇത് വിപതിയുടെ ആടാണെന്ന്. പക്ഷേ എന്നിട്ടും അവരിവരുടെ കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുവാണ്. ഇതിനെ യുവക് ചോദ്യം ചെയ്യുമ്പോൾ ഈ ഗ്രാമവാസികളെല്ലാവരും അവനെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു സ്ത്രീയായിട്ടും അല്ലെങ്കിൽ ജയിലിൽ കിടന്നുകൊണ്ട് പോലും വിപതി ബക്കരി 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 എന്നാണ് വിളിക്കുന്നത്. അവളപ്പോഴും പോരാടാൻ ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുകയാണ്, വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതുപോലെ ഈ യുവക് അവൻ്റെ സൈഡിൽ നിന്ന് അവന് പറ്റുന്ന പോലെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ കള്ളന്മാർ ബക്കരി സ്മാരക നിധി, അതുപോലെ ബക്കരി ശാന്തി പ്രതിഷ്ഠാൻ, ബക്കരി സംസ്ഥാൻ, ബക്കരി സേവാമഞ്ച്, ഇങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഗ്രാമീണരുടെ ധനമെല്ലാം തട്ടിയെടുക്കുന്നു. ഇതിനുശേഷം ഒരു സാധാരണക്കാരിയുടെ ഒരാട് അവർക്ക് ഗാന്ധിജി ദൈവതുല്യനാണ്. അപ്പോൾ ഗാന്ധിജിയുടെ ആട് ദേവിയാണ്. അങ്ങനെ ആ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാമീണർക്ക് ആ ആടൊരു ദേവീനെ പോലെ ആവുകയാണ്. അതിനുശേഷം ഈ ഡാക്കു 3 കള്ളന്മാരും കൂടി ചേർന്ന് ഇലക്ഷന് നിൽക്കുകയാണ്. അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന സിമ്പൽ ഈ ബക്കരിയാണ്. അങ്ങനെ ഈ ആടിൻ്റെ പേര് വെച്ചിട്ട് ഇവർ ഇലക്ഷൻ ജയിക്കുന്നു. അതിനിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്ന യുവകിനെ ഈ വോട്ട് തട്ടിമറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് അവനെയും നിശബ്ദനാക്കി ജയിലിലടയ്ക്കുകയാണ്. യുവക് പിന്നെയും അവസാനം മുദ്രാവാക്യമൊക്കെ വിളിച്ച് ഭയങ്കര ശക്തമായിട്ട് എതിർത്തുകൊണ്ട് പിന്നെയും വരുന്നുണ്ട്. പക്ഷേ അവനെ ഈ കർമ്മവീർ, ദുർജൻ സിംഗ്, സിപ്പാഹി എല്ലാവരും കൂടി ചേർന്നിട്ട് കയറുകൊണ്ട് ബന്ധനസ്ഥനാക്കുന്നതിലൂടെയാണ് ഈ നാടകം അവസാനിക്കുന്നത്. ഇതിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള വിപതി, അവൾ തൻ്റെ ആടിനെ നഷ്ടപ്പെട്ടിട്ടും ജയിലിൽ കിടന്നിട്ട് പോലും ആട് 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 ബക്കരി ബക്കരി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ത്രീ ആയിട്ടും അവൾ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. ഈ നാടകത്തിലെ 2ാമത്തെ മെയിൻ ക്യാരക്ടറാണ് യുവാവ്. അയാൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അയാൾ അനീതിക്കെതിരെ പോരാടുകയാണ്, ശബ്ദമുയർത്തുന്നുണ്ട്. അദ്ദേഹം ഈ പ്രതികാരം ചെയ്യുന്ന, തിരിച്ച് എതിർക്കുന്ന, സത്യത്തിന് വേണ്ടി പോരാടുന്ന യുവതലമുറയുടെ പ്രതീകമാണ് ഈ യുവക് എന്ന് പറയുന്ന ക്യാരക്ടർ. പിന്നെ ഈ നാടകത്തിലെ കർമ്മവീർ, ദുർജൻ സിംഗ്, സത്യവീർ, സിപ്പാഹി എന്നീ ക്യാരക്ടേഴ്സ് അനീതിയുടെ, അക്രമങ്ങളുടെ, അതുപോലെ കള്ളന്മാരായിട്ടുള്ള രാഷ്ട്രീയക്കാരുടെ, അവരുടെ മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റത്തിൻ്റെയും കള്ളത്തരങ്ങളുടെയും ഒക്കെ പ്രതീകമാണ്.